പലരും എപ്പോഴും ദയ കാണിക്കാതിരിക്കുമ്പോൾ ഇന്ന് ഈ സന്ദേശം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 136 സങ്കീർത്തനം 1 വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാവർക്കും സുപരിചിതമായ വേദഭാഗമാണ് 136 സങ്കീർത്തനം. സവിസ്തരം ഏകദേശം 136 സങ്കീർത്തനം വായിക്കുമ്പോൾ 26 പ്രാവശ്യം എഴുത്തുകാരൻ ദയ എന്ന പദം ഉച്ചരിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ലോക മനുഷ്യരിൽ നിന്നും, ലോകത്തിലുള്ള പലരിൽ നിന്നും, ഒരുപക്ഷെ അമ്മയും അപ്പനും സഹോദരങ്ങളിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, കൂട്ടുകാരിൽ നിന്നും, സഹോദരങ്ങളിൽ നിന്നും ഒന്നും ദയ ലഭിക്കാത്ത ഒരു വ്യക്തിയാണ് ഈ സങ്കീർത്തനം എഴുതിയിരുന്നത്. ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് പറയുകയാണ്: ഈ ലോകത്തിലെ പലരും എന്നോട് ദയ കാണിക്കാതിരിക്കുമ്പോൾ ദയ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് സർവശക്തനായ യേശു ക്രിസ്തു. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരുപക്ഷെ നിങ്ങൾ ദയ ലഭിക്കാത്ത, നിങ്ങൾ ഒരുപക്ഷെ ഈ ലോകത്തിൽ ആരും നിങ്ങളോട് ദയ കാണിക്കാതെ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിച്ചു പോകുന്ന വ്യക്തിയാണെങ്കിൽ, ഇതുവരെ നിങ്ങളോട് ആരും കരുണയും ദയയും കാണിച്ചിട്ടില്ലെങ്കിൽ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്: നിങ്ങളോട് ദയ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് സർവശക്തനായ യേശു ക്രിസ്തുവാണ്. ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുമ്പോൾ ഒരു കാലത്ത് എന്നോടും ദയ കാണിക്കാത്ത പലരും എൻ്റെ ചുറ്റുപാടും, എൻ്റെ സഹോദരങ്ങളും എൻ്റെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അവർക്കെല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളും അവരുടെ താല്പര്യങ്ങളുമായിരുന്നു അവർക്ക് പ്രാധാന്യം. എന്നാൽ നമ്മളോട് ദയ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ നിങ്ങളും വിശ്വസിക്കുക: എന്നോട് ദയ കാണിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് സർവശക്തനായ യേശു ക്രിസ്തുവാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സംഭവമാണ്. നമ്മൾ പലപ്പോഴും ഒരു ഉദാഹരണം എന്ന പോലെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മളൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മളോടൊപ്പം ഇരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലെത്തുമ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാരൊക്കെ ബസ്സിനകത്ത് കയറും. എന്നാൽ അവരൊക്കെ നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ പല യൗവനക്കാരും അവർക്ക് സീറ്റ് മാറിക്കൊടുക്കാതെ, അവരോട് ദയ കാണിക്കാതെ ഇരിക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. കാരണം അതുപോലെ തന്നെ പലരോട് പലപ്പോഴും ദയ കാണിക്കാതിരിക്കുമ്പോൾ ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ പക്കലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക: ഈ ലോകത്തിലെ പലർക്കും തരാൻ കഴിയാത്ത ഒരു സംഭവമാണ് ദയ എന്നുള്ളത്. ആരും നമ്മളോട് ദയ കാണിക്കത്തില്ല. എല്ലാവരും സ്വാർത്ഥ മനുഷ്യരാണ്. ഈ 2024 ഈ വർഷമല്ല, ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയുക: പലരും സ്വാർത്ഥരായി, പലർക്കും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരവർ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് അവതരിച്ച് നമ്മളോട് ദയ കാണിച്ച് നമ്മുടെ പാപങ്ങൾ മാറുവാൻ, നമ്മുടെ ശാപം മാറുവാൻ, നമ്മുടെ സകല പ്രതിസന്ധികളെ മാറ്റുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മാത്രമേ നമ്മളോട് കരുണ കാണിക്കാൻ കഴിയുള്ളൂ. എന്നാൽ ഈ സന്ദേശത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഹ്വാനം: നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദയ കാണിക്കുന്ന, നിങ്ങളോട് ദയ കാണിക്കുന്ന, നിങ്ങളുടെ കുടുംബത്തോട് ദയ കാണിക്കുന്ന, നിങ്ങളുടെ തലമുറയോട് ദയ കാണിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ദൈവത്തിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. ആ യേശു ക്രിസ്തുവിനല്ലാതെ നിങ്ങളോട് ആത്മാർത്ഥമായി, നിങ്ങളുടെ കുടുംബത്തോട് ആത്മാർത്ഥമായി, നിങ്ങളുടെ തലമുറകളോട് ആത്മാർത്ഥമായി ദയ കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയില്ല. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ വിശ്വസിക്കുക: യേശു എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ തലമുറകൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യേശു ദയ കാണിക്കും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.